ഹായ്. ഹലോ എവ്രിവൺ, വെൽക്കം ടു മൈ ന്യൂ വ്ലോഗ്. അപ്പോൾ ഞാനിന്ന് നമ്മുടെ സ്വന്തം ചൂച്ചുവിൻ്റെ വീട്ടിലാണുള്ളത്. സ്പെഷ്യൽ ഡേ ഒന്നുമല്ല, നമ്മുടെ സ്വന്തം ചൂച്ചുവിൻ്റെ മോക്ക്, അതായത് നമ്മുടെ ജാനിക്ക് ഹെയർ കളർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ കണ്ട് ഇൻസ്പയർഡ് ആയതാണ്. അപ്പോൾ അവൾക്ക് കളർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടി കളർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഞാനാണ് ഇന്നത്തെ ഇവിടുത്തെ ബ്യൂട്ടീഷ്യൻ. ഞാൻ കളറൊക്കെ മേടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ താഴത്തെ ഒരു ചെറിയൊരു പോർഷൻ മാത്രം കളർ ചെയ്യാമെന്നിങ്ങനെ വിചാരിക്കുന്നു. അപ്പോൾ അതാണ് ഇന്നത്തെ വ്ലോഗ്. ഓക്കെ, ഞാൻ മേടിച്ചിരിക്കുന്നത് സ്ട്രീക്സിന്റെ റെഡ് കളർ തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ സ്ട്രീക്സിന്റെ സ്കാലറ്റ് റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാട്ടോ ഞാൻ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇതിന്റെ എല്ലാ പാക്കും, അതായത് ക്രീം, കളർ ക്രീമും ഉണ്ട്, അതേപോലെ തന്നെ ഇതിന്റെ ബ്ലീച്ചും ഉണ്ട്. സോറി, തെച്ചൂട്ടൻ അങ്ങോട്ട് ഓടിപ്പോയതാ. ബലൂണിനെ ആട്ടോ ഈ വില എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ജാനി. ഞാനിക്ക് എന്തേലും പറ ജാനി, എക്സൈറ്റ്മെന്റ് ഉണ്ടോ കളർ ചെയ്യുന്നതിന്? റെഡ് കളർ അല്ല വേണ്ട, ഞാൻ റെഡ് കളർ അല്ല മേടിച്ച, ബ്ലൂ കളറാ. കുഴപ്പമുണ്ടോ? റെഡ് മതിയോ? റെഡ് കളർ വന്നില്ലെങ്കിലോ നമ്മൾ ജയിച്ചു കഴിയുമ്പോ? പറ, റെഡ് കളർ ആക്കും അല്ലേ? ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ സ്വന്തം ജാനകി. ആ ചെറുതുണ്ടായിരുന്നില്ലേ, അത് ഇവളുടെ ആരാ പറഞ്ഞു കൊടുത്തേ? ചെറിയ ഭാവി ഏതാ? അനിയനാണ്. അതിന്റെ പേര് പറഞ്ഞു കൊടുത്തേ? അപ്പൊ നമുക്ക് കളർ ചെയ്യാൻ തുടങ്ങാം. ആന്ന് പറ. ഓക്കെ പറ ഇങ്ങനെ. ഓക്കെ. അപ്പൊ നമുക്ക് എന്താണ് ഇതിന്റെ ഡെവലപ്പറും പൗഡറും ഉണ്ട്. ഇത് രണ്ടുകൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ബ്ലീച്ച് ഉണ്ടാക്കിയെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മള് സ്ട്രീക്സിന്റെ പിന്നെ ബെറിലേന്റെ ഹെയറിന്റെ റെഡ് കളറുമാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തൊരു ബെറിലേന്റെ ഹെയർ കളറിന്റെ ഒരു ക്രീം ഉണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഇത് കുറച്ചുകൂടെ കഴിയുമ്പോൾ കുറച്ചുകൂടെ റെഡ് ആവും, ഡാർക്ക് റെഡിലേക്ക് പോകും. അപ്പൊ അത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിത് അപ്ലൈ ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, ആദ്യം നമ്മൾ ഹെയർ നന്നായിട്ട് ചീവണം. ചീവി ചെടയൊക്കെ ചിക്ക് കളഞ്ഞ കളർ ചേഞ്ച് ആവുന്നത് മനസ്സിലാവും. അവിടെ നോക്കിയിട്ട് ഇത് വാഷ് ചെയ്യാം. ഓക്കെ, അത് നമുക്ക് വെയിറ്റ് ചെയ്യാം, ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഹെയർ 15 മിനിറ്റ്, ഒരു 20 മിനിറ്റ് നമ്മൾ ഇരുന്നിട്ട് ഹെയർ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫൈനൽ വന്നിരിക്കുന്നത് കാണിച്ചു തരാം. ഈ അറ്റത്ത് മാത്രം ഒരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേലേക്കാണെങ്കിൽ നമ്മൾ റെഡ് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇനി ഇത് ഉണങ്ങണം. അപ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച എന്താണ് കളർ ക്രീം റെഡ് കളറിലേക്ക് ഇങ്ങനെ കളറിൻ്റെ വേരിയേഷൻ ആയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അതൊരു ഡാർക്ക് പീച്ച് കളറായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കളർ മാറി ഇപ്പോൾ ഒരു മെറൂണല്ല കളറിലേക്ക് എത്തുന്നു. നമുക്ക് ജാനിയിലൂടെ എന്തെങ്കിലും ചോദിക്കാം. എന്താ തോന്നണേ? ഇത് ബ്ലൂ കളറാണ്. ചൂച്ചി ആക്ച്വലി പറഞ്ഞു ബ്ലൂ മതി ജാനിക്ക്. റെഡ് ആവുക? എങ്ങനെ റെഡ് ആവും? അപ്പൊ ഹെയർ കുറച്ച് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിനി കളർ ക്രീം ഇത് നമുക്ക് തേക്കാം.
ജാനി കളർ കഴിക്കാൻ ജാനി ഇതിപ്പോ ഈ കളർ ഇഷ്ടമായോ ജാനിക്ക്? ഈ കളറാണെങ്കിൽ റെഡ് ആയിരിക്കും ഇഷ്ടമാവുന്നത്. എന്ത് കളറായിരിക്കും ഇഷ്ടമാവുന്നത്? റെഡ് ആണോ? ഇരിക്കരുത് കേട്ടോ കേട്ടോ. അപ്പൊ നമ്മള് കളർ തേച്ചു ഗൈസ്. അപ്പോൾ ഇതും ഇനി കുറച്ച് നേരം റെസ്റ്റിങ്ങിന് വെക്കാം. നമ്മളെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് വെക്കാം. ഒരു 10 അല്ലെങ്കിൽ 20 മിനിറ്റ് കുറച്ച് നേരം ഇരുന്നിട്ട് നമുക്ക് പിന്നെ കണ്ടീഷണർ യൂസ് ചെയ്തിട്ട് കഴുകി കളയാം. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അപ്പോൾ ജാനീൻ്റെ തലയൊക്കെ കഴുകി. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച അത്ര ഒരു കളറ്, അതായത് നമ്മൾ ചെറുതായിട്ട് അറ്റത്ത് ചെയ്തിട്ടുള്ളൂ. കാരണം സ്കൂൾ തുറക്കുന്ന ടൈം ആയതുകൊണ്ട് ഇവിടെ സ്കൂളിൽ കയറ്റുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് കുറച്ച് ഞങ്ങൾ ചെയ്തിട്ടുള്ള കളറൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. ഇഷ്ടപ്പെട്ടോ ജാനി? ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ചാച്ചാ ബൈ, കാണാം.